27ാമത് ഭരണഘടനാ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. ഈ ഭേദഗതി മറ്റൊന്നിനുമല്ല, നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അസിം മുനീറിന് ഒന്നുകൂടി സ്ഥാനക്കയറ്റം കിട്ടണം. അതായത് നമ്മുടെ സംയുക്ത സൈനിക മേധാവി ഉണ്ടല്ലോ, അതേ പോസ്റ്റാണ് ഇപ്പോൾ അസിം മുനീർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതായത് ഭേദഗതിയിലെ നിർദ്ദേശങ്ങളിൽ ഒന്ന്, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നിർത്തലാക്കുകയും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയൊരു പദവി അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിലവിലെ സൈനിക മേധാവി എന്ന് പറയുന്നത് ഫീൽഡ് മാർഷൽ അസിം മുനീറാണ്. ഈ അസിം മുനീറിന് ആദ്യത്തെ CDF ആകാനായിട്ട് ഇത് വഴിയൊരുക്കുമെന്നാണ് പറയുന്നത്. ഈ വഴിയൊരുക്കുമെന്ന് പറയുന്നത് പൂർണ്ണമായ തോതിൽ ഒരു ഭരണം പിടിച്ചെടുക്കുക തന്നെയാണ് അസിം മുനീർ ഇതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത്. ഈ ഭേദഗതി എല്ലാം ഇവിടെ നടത്താൻ ഒരുങ്ങുമ്പോൾ തന്നെ മൂക്കുമുട്ടെ കടം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാകിസ്ഥാനെ സഹായിക്കാൻ ഇനി ആര് വരുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ട നിലപാടുകൾ ഒന്നും എടുക്കാതെ സ്വന്തം അധികാരം നിലനിർത്തുകയും അതിലൂടെ തൻ്റെ പോക്കറ്റ് വീർപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കടം, പണപ്പെരുപ്പം ഇതെല്ലാം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഈ പാകിസ്ഥാനെ സഹായിച്ചു കൊണ്ടിരുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളും ഇപ്പോൾ പിന്നാക്കം പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ചൈന എവിടെ കണ്ണു വെച്ചാലും അതിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോകുന്ന രാജ്യമാണ്. സഹായമൊക്കെ ചെയ്യും, പക്ഷെ ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻ ചൈനയുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ പിന്നീട് ആ രാജ്യം എന്ന് പറയുന്നത് ചൈനയുടെ കോളനി ആയിട്ട് മാറും. ഇത് തന്നെയാണ് US സംബന്ധിച്ചും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു ലാഭക്കണ്ണോട് കൂടിയല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും മുതിരില്ല. എന്തായാലും അമേരിക്ക ഇനി സഹായിക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് അമേരിക്കയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇനി സഹായിക്കാനുള്ള ഒരു കെൽപ്പില്ല എന്നുള്ളത് കൂടിയുണ്ട്. എന്നാൽ ചൈനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചൈന മെല്ലെ പിന്നാക്കം വലിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്, കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരു വേരൂന്നൽ ചൈനയ്ക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ആ ഭാഗം പിടിച്ചെടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം വേണം. അവിടെ നിലവിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബലൂജുമായിട്ടുള്ള പ്രശ്നം, ബലൂജ് ആർമിയുമായി ബന്ധപ്പെട്ട് പാക് സൈന്യവുമായിട്ടുള്ള പ്രശ്നം ഒരു ഭാഗത്ത്, അതിന് പിന്നാലെയാണ് പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് പോലും. അപ്പോൾ അതിൽ ചർച്ചയിൽ വിജയം കണ്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അസ്ഥിരമായിരിക്കും പാകിസ്ഥാൻ. നേരത്തെ സ്ഥിരമാണ് എന്നുള്ളതല്ല പറഞ്ഞതിനർത്ഥം, പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല, പൂർണ്ണമായിട്ടും അശാന്തിയുടെ നിഴലിലേക്ക് മാറുന്നുണ്ട്. മറ്റത് ആഭ്യന്തര പ്രശ്നങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ വന്നു പോകുന്നവർ കൊണ്ടുള്ള പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു തർക്കത്തിന് അവിടെ ഇടവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഫണ്ട് ഇറക്കാൻ ആര് വരും എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, പ്രധാനപ്പെട്ട അവരുടെ പ്രോജക്റ്റിൽ നിന്ന് പോലും പലരും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം, ഈ കറാച്ചി തുറമുഖത്തിലെ ഖാസിം പോർട്ട് ഊർജ പദ്ധതി ഉണ്ട്. അത് അവരുടെ പാകിസ്ഥാന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഈ സ്വപ്ന പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖത്തർ എന്നുള്ള വിവരം വരുന്നുണ്ട്. അപ്പോൾ ചൈന മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രം തന്നെ ആയിട്ടുള്ള ഖത്തർ പോലും, അതായത് ഹമാസുകൾക്ക് ഉൾപ്പെടെ ഭീകരർക്കൊക്കെ സമാധാന ഉടമ്പടി പറഞ്ഞുകൊണ്ട് അവിടെ സുരക്ഷിതമായ ഒരു താവളം ഒരുക്കിയിട്ടുള്ള ഖത്തർ പോലും പാകിസ്ഥാനെ വിശ്വസിച്ച് ഫണ്ട് ഇറക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഈ പാകിസ്ഥാന്റെ തകർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ്. ഖത്തർ ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ നിക്ഷേപ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേര് അൽത്താനി ഗ്രൂപ്പ് എന്നാണ്. ഈ അൽത്താനി ഗ്രൂപ്പ് ചൈനയും പാകിസ്ഥാനും ചേർന്ന് രൂപം നൽകിയിട്ടുള്ള പ്രധാന ഒരു പദ്ധതി ഉണ്ടല്ലോ, അതായത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, അതായത് CPEC. ഇതിന്റെ ഭാഗമാണ് ഈ ഖാസിം പോർട്ട് പവർ പ്ലാന്റ്,
ഖാസിം പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. നിലവിൽ തന്നെ ഉദ്ദേശിച്ച പണം കണ്ടെത്താനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഈ പാകിസ്ഥാന് ലഭിക്കുന്ന ഫണ്ടുകളുണ്ട്. IMF ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിന്നും എല്ലാം ഫണ്ട് ലഭിക്കുന്നുണ്ട് പാകിസ്ഥാന്. പക്ഷെ ഈ ഫണ്ട് എവിടെ വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഒന്ന് ഓർത്തു നോക്കുക, അവരുടെ ഊർജ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ലഭിക്കുന്ന പണം ഇവർ മറ്റു രീതിയിൽ ചെലവഴിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾ ഈ ഫണ്ട് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് താനും. അപ്പൊ ഇതെല്ലാം സംശയത്തിന്റെ, അതായത് ഈ പറയുന്നതെല്ലാം ശരി വെക്കുന്ന തരത്തിലേക്കാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ നിലവിലെ ഈ ഒരു പദ്ധതിക്ക് പണം കണ്ടെത്താനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ ചൈനയ്ക്കും താല്പര്യം കുറഞ്ഞു. അതായത് എപ്പോഴും ഇവർക്ക് ഫണ്ട് ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന പയ്യെ പിന്നാക്കം വലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തുലാസിൽ നിൽക്കുകയാണ് ഈ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ സാമ്പത്തികമായിട്ടുള്ള തലവരെ വരെ മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പദ്ധതിയാണ് ഇത്. ഏത് ഈ ഇടനാഴിയുടെ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായിട്ടുള്ള ഖാസിം പവർ പ്ലാന്റും ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം നൽകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ പദ്ധതിയിൽ നിന്നാണ് ഇപ്പോൾ ഖത്തർ കമ്പനിയും പിന്മാറിയിരിക്കുന്നത്. ഖത്തർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. അപ്പം പോർട്ട് ഖാസിം പങ്കാളിത്ത പദ്ധതിയിൽ ചട്ടപ്രകാരം നിശ്ചിത തുക പാകിസ്ഥാന് നിക്ഷേപിക്കാനുണ്ട്. ഇത് കണ്ടെത്താനായിട്ട് പാക് സർക്കാർ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാണ്, നമ്മൾ കൊടുക്കേണ്ട ഫണ്ട് നമ്മൾ അവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രവർത്തനം പിന്നീട് ഈ ബാക്കി പണം മുതൽ മുടക്കുന്നവർക്ക് നഷ്ടം വരുന്ന രീതിയിലേക്ക് പോകും. അതായത് ഇത് പ്രവർത്തനം പാതി വഴിയിൽ നിലയ്ക്കുമെന്നുള്ളത് ഈ കമ്പനിയും അൽത്താനി ഗ്രൂപ്പും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ കണ്ടെത്തിയതും പിന്മാറിയതും. 1320 മെഗാവാട്ടിന്റെ കൽക്കരി അധിഷ്ഠിതമായിട്ടുള്ള ഊർജോൽപാദന പദ്ധതിയാണ് ഈ ഖാസിം പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. മൊത്തം $209 കോടി മൂല്യമുള്ള പദ്ധതിയിൽ 49% ഓഹരി പങ്കാളിത്തം അൽത്താനി ഗ്രൂപ്പിനുണ്ട്. പദ്ധതിയിൽ $100 കോടി ഇതിനകം തന്നെ മുടക്കിയിട്ടുണ്ട്. ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ മുടക്കാനുള്ളതൊക്കെ മുടക്കി, ഇനി നിങ്ങൾ മുടക്കാനുള്ളത് മുടക്കൂ എന്ന് പറയുന്നത്. 209 അതിൽ 49% ഷെയറാണ്. അതിൽ തന്നെ $100 കോടി മൂല്യമുള്ളത് ഇവർ മുടക്കി കഴിഞ്ഞു. ഈ അൽത്താനി ഗ്രൂപ്പ് മുടക്കി കഴിഞ്ഞു. ബാക്കി ഫണ്ട് മുതൽ മുടക്കാൻ പറയുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ പണമില്ല. പാകിസ്ഥാൻ നെട്ടോട്ടത്തിലാണ്. പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പ് ഒക്കെ ഇത് അറിയുന്നുണ്ടോ, അതോ ഇത് അറിഞ്ഞിട്ട് കണ്ണടച്ച് നിൽക്കുകയാണോ എന്നുള്ളതാണ് ഏറ്റവും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. പാകിസ്ഥാൻ സർക്കാരിന് ഈ നിക്ഷേപം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതോടെ ഈ പദ്ധതി ഏറെക്കുറെ നിർജീവവുമായിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ആ ഓഹരി പങ്കാളിത്തം വിറ്റൊഴിയാനുള്ള സന്നദ്ധത ഈ അൽത്താനി ഗ്രൂപ്പ് അറിയിക്കുന്നത്. പാകിസ്ഥാനിലെ സാഹചര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. അപ്പൊ സമീപകാലത്ത് മൈക്രോസോഫ്റ്റ്, ഷെല്ല്, ടോട്ടൽ എനർജീസ്, ടെലിനോർ, ഫൈസർ, പ്രോക്ടർ ആൻഡ് ഗാംബ്ലർ, എലൈ ലില്ലി, യൂബർ തുടങ്ങിയിട്ടുള്ള വിദേശ കമ്പനികളെല്ലാം തന്നെ ഇവിടെ നിന്ന് പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് രാജ്യം വിടുന്ന ഒരു സാഹചര്യമുണ്ട്. യാതൊരു തരത്തിലുമുള്ള ഗ്രോത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് ആരും മുതൽ മുടക്കില്ല. ആ മുതൽ മുടക്കിയവർക്ക് പോലും നഷ്ടമുണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞ കമ്പനികളെല്ലാം തന്നെ ഇവിടം വിട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കടത്തിൽ മുങ്ങിയിട്ടുള്ള ഈ സർക്കാർ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ, ഒട്ടും സൗഹൃദമല്ലാത്ത നിയമങ്ങളും നയങ്ങളും, രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷം, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയൊക്കെയും ഈ വിദേശ കമ്പനികളെ ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യതയായിട്ട് കാണുകയാണ്. പോർട്ട് ഖാസിം ഊർജ പദ്ധതിക്ക് നൽകാനുള്ള $45 കോടി ഉടൻ വീട്ടണമെന്ന് ഖത്തർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ്
ഹമദ് ബിൻ ജാസിം അൽ ജാബർ അൽ താനി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോട് കഴിഞ്ഞ വർഷം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കൈമലർത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. ദോഹ ആസ്ഥാനമായിട്ടുള്ള അൽ മിർഖബ് ക്യാപിറ്റലാണ് ഷെയ്ഖ് ഹമദ് ബിൻ ജാസിം ബിൻ ജാബർ അൽ താനി കുടുംബത്തിന്റെ വിദേശ നിക്ഷേപങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. പണം വീട്ടാൻ പാകിസ്ഥാൻ തുടർച്ചയായിട്ട് വീഴ്ച വരുത്തിയതോടുകൂടി ഊർജ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഈ ഒരു ഗ്രൂപ്പ് ഈ പാക് സർക്കാരിനെ അറിയിക്കുകയാണ്. അപ്പൊ ഇത് ഇവർക്ക് വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. CPECക്കായി പണം മുടക്കിയിട്ടുള്ള ചൈനീസ് കമ്പനികളും അമർഷത്തിലാണ്. അവയും നിക്ഷേപം തിരികെ കിട്ടണമെന്നുള്ള ആവശ്യവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിക്കും ചട്ടപ്രകാരം നടത്തേണ്ട ഒരു നിക്ഷേപവും നടത്താനായിട്ട് പാക് സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ വിദേശ കമ്പനികൾ കൂട്ടത്തോടെ കൂടൊഴിയുന്നത് ഇവരുടെ വിദേശ നാണയ ശേഖരം കുത്തനെ ഇടിയാനും വഴിയൊരുക്കിയിട്ടുണ്ട്. ഒക്ടോബറിലെ കണക്ക് പ്രകാരം പാകിസ്ഥാന്റെ കയ്യിൽ വെറും $1450 കോടി വിദേശ നാണയ ശേഖരമേ ഉള്ളൂ. ഈ പണം കൊണ്ട് രാജ്യത്തിന്റെ 3 മാസത്തെ ഇറക്കുമതി ആവശ്യമേ നിറവേറ്റാനും സാധിക്കൂ. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം 69,000 കോടി ആണ്. ഒരു വർഷത്തിന് മേലുള്ള ഇറക്കുമതി ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ഒരു മതഭ്രാന്ത് പിടിച്ച ഒരു രാജ്യത്തിന് സ്വാഭാവികമായ രീതിയിൽ എന്ത് തരത്തിലുള്ള പതനം സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ നോക്കിയിട്ട് കൈമലർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് നിലവിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.